ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ആശങ്കയിലാണ് തമിഴ്നാട് തീരം തൊടാൻ പോവുകയാണ് ചുഴലിക്കാറ്റ്. തമിഴ്നാട് തീരത്തും പുതുച്ചേരിയിലും കനത്ത മഴ തുടരുകയാണ്. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. 5 ജില്ലകളിൽ റെഡ് അലർട്ടും ചെന്നൈ ഉൾപ്പെടെ 13 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ വരും ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലും മഴ തുടരും. ചുഴലിക്കാറ്റ് കര തൊടാൻ സാധ്യതയില്ല. ഇന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. നിലവിൽ ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ല. ദേവികയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദേവിക, തമിഴ്നാട്ട് ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ആശങ്കയിലാണ്. അവിടെ കനത്ത മഴ തുടരുകയാണ്. നമ്മുടെ സംസ്ഥാനത്തോട്ട് വരികയാണെങ്കിൽ 2 ദിവസമായി നല്ല തണുത്ത കാലാവസ്ഥയാണ്, ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. എന്തൊക്കെയാണ് സംസ്ഥാനത്തിന്റെ ഒരു മുന്നറിയിപ്പുകളൊക്കെ? മായ, ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്തും വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ കനത്ത മഴ ഇവിടെ അനുഭവപ്പെടുന്നില്ല. ഒരു ജില്ലകളിലും നിലവിൽ അലർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ തലസ്ഥാനത്തെ ഒരു കാലാവസ്ഥയൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, പകൽ സമയങ്ങളിൽ കൂടി മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇത് ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ ഉണ്ടാകുന്നതാണ്. ഈറൻ മേഘങ്ങൾ ഈ ചുഴലിക്കാറ്റിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ അന്തരീക്ഷത്തിന് മുകളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു തണുത്ത കാലാവസ്ഥ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് ഉച്ചവരെ ഇത്തരത്തിലൊരു കാലാവസ്ഥ തുടരും. ഉച്ചയ്ക്ക് ശേഷം ഈ കാലാവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ തമിഴ്നാടൻ തീരങ്ങളിൽ പരക്കെ നാശം വിതച്ചാണ് ഇത്തരത്തിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കനത്ത മഴ തുടരുകയാണ്. മണിക്കൂറിൽ 80 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റായി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിനുൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റ് കര തൊടാനുള്ള സാധ്യത കുറവാണ്. നാളെ രാവിലെയോടെ ഇതൊരു തീവ്ര ന്യൂനമർദ്ദമായി രൂപം പ്രാപിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. മായ, തീർച്ചയായും ഡിറ്റ്വ തമിഴ്നാട്ടിൽ കനത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ മഴയ്ക്കുള്ള മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. മൂടിക്കെട്ടിയ കാലാവസ്ഥയാണെങ്കിലും കനത്ത മഴയൊന്നും ഇല്ല. ചില ജില്ലകളിൽ നേരിയ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് മഴയുണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. ദേവികയാണ് വിവരങ്ങൾ നൽകിയത്.